സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. 4 ദിവസം മുൻപ് ഖാൻ യൂനീസിലെ ഒരു യൂറോപ്യൻ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് അതിനടിയിലുണ്ട് എന്ന് വിചാരിച്ച ഒരു ബങ്കർ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ ഒരു കനത്ത വ്യോമ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അവരന്ന് ലക്ഷ്യം വെച്ചത് മുഹമ്മദ് സിൻവാർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഹമാസിൻ്റെ ലീഡറെയാണ്. യാഹ്യ സിൻവാറിൻ്റെ അനുജനാണിത്. യാഹ്യ സിൻവാർ ഈ ഹമാസിനുള്ളതിനെ കഴിഞ്ഞും കൂടുതൽ കാലം ഹമാസിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഈ മുഹമ്മദ് സിൻവാർ എന്ന് പറയുന്ന ആൾ. യാഹ്യ സിൻവാർ ഇസ്രായേൽ ജയിലിലായിരുന്ന കാലത്തൊക്കെ ഈ ഹമാസിനെ കൊണ്ടു നടന്നത് മുഹമ്മദ് സിൻവാറാണ്. അതിൻ്റെ ഒരു മിലിറ്ററി വിങ്ങിൻ്റെ ഹെഡാണ് ഇദ്ദേഹം. മിലിറ്ററി കാലിബർ യാഹ്യ സിൻവാറേക്കാളേറെ വളരെ കൂടുതലുള്ള ആളുമാണ് ഇദ്ദേഹം. അപ്പം ഈ യാഹ്യ സിൻവാർ മുഹമ്മദ് സിൻവാറിനെ ലക്ഷ്യം വെച്ച് അവർ നടത്തിയ ബോംബിംഗ് വിജയിച്ചു എന്നാണ് ഇന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആ ബങ്കറിൽ നിന്നും ലഭിച്ച ശവശരീരങ്ങളുടെ കൂട്ടത്തിൽ പല ഹമാസ് ഭീകരരുടെ ശവശരീരങ്ങളുണ്ടായിരുന്നു. ഈ ഭീകര നേതാവായിട്ടുള്ള മുഹമ്മദ് സിൻവാറിൻ്റെ ശവശരീരവും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഹോസ്പിറ്റലുകളുടെ അടിയിൽ തന്നെയാണ് ഇവർ നിരന്തരമായി ബങ്കറുകൾ നിർമ്മിച്ച് താമസിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അന്ന് BBC വളരെ സ്തോഭജനകമായ ഒരു റിപ്പോർട്ടാണ് പബ്ലിഷ് ചെയ്തത്. കുഞ്ഞുങ്ങൾ മരിച്ചു, 20 പേര്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ മരിച്ചതിനെക്കുറിച്ച്, അതിന് മുറിവ് പറ്റിയതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായൊരു റിപ്പോർട്ട് അന്ന് BBC പബ്ലിഷ് ചെയ്തിരുന്നു ഈ ആക്രമണം നടന്ന ദിവസം. വാസ്തവത്തിൽ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ആരാണ്? കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഇസ്രായേലാണോ ഹമാസാണോ? കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ആശുപത്രിൻ്റെ അടിയിൽ ബങ്കർ നിർമ്മിച്ച് അതിനകത്ത് പോയി ഭീകരൻ താമസിക്കുക, ഭീകരൻ അതിനകത്ത് ആയുധങ്ങൾ ശേഖരിച്ച് വയ്ക്കുക, എന്നിട്ട് ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇസ്രായേലിന് യാതൊരു തെറ്റിദ്ധാരണയില്ല. കാരണം അവരെ സംബന്ധിച്ച് ഒന്നുകിൽ അവർ വധിക്കപ്പെടുക, ഇല്ലെങ്കിൽ അവരെ വധിക്കാൻ നിൽക്കുന്നവരെ തിരിച്ചു വധിക്കുക എന്നുള്ള ഒരു മിഷൻ മാത്രമാണ് അവർ ചെയ്യുന്നത്. അവർ കൺഫ്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ആര് പറയുന്നവർ കേൾക്കുന്ന പ്രശ്നമില്ല. അവർക്ക് ചെയ്യാനുള്ളത് അവർ ചെയ്യും. അപ്പോൾ ഇതോടെ അവർ പറഞ്ഞു, ഇനി നോർത്തേൺ ഗാസയിലെ ഹോസ്പിറ്റൽസ് ഒന്നും വർക്ക് ചെയ്യേണ്ടതില്ല, ഒരു ഹോസ്പിറ്റൽ നോർത്തേൺ ഗാസയിൽ വർക്ക് ചെയ്യാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ അവസാന നിലപാട്. എല്ലാ ഹോസ്പിറ്റലിലും സർവീസുകൾ നിർത്തിക്കൊള്ളാൻ അവർ ഉത്തരവിട്ടിട്ടുണ്ട്. കൂടാതെ അവരുടെ ഗ്രൗണ്ട് മിലിറ്ററി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏരിയൽ ഓപ്പറേഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട്. പ്രത്യേകിച്ചും ട്രംപ് 5 ദിവസമാണ് ഗൾഫ് റീജിയനിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇസ്രായേൽ വിസിറ്റ് ചെയ്തില്ല എന്നുള്ളത് ചില മാധ്യമങ്ങൾ അദ്ദേഹം ഇസ്രായേലിനെ ഒഴിവാക്കിയതാണ് എന്ന് സൂചിപ്പിക്കത്തക്ക രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലർ ഇതൊരു പ്ലാനിൻ്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ട്രംപ് ആൻഡ് നെതന്യാഹു വാട്ട് ഈസ് ഹാപ്പനിങ് അവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. പക്ഷെ നമ്മളിത് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്ലാനിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്കൊന്നും ഈ ഗാസയുടെ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളത് വളരെ വ്യക്തമായ സംഗതിയാണ്. കാരണം ട്രംപ് അവിടെ ഉണ്ടായിരുന്ന 5 ദിവസവും അവിടെ വളരെ സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളൊന്നും തന്നെ UAE ആയിക്കൊള്ളട്ടെ, ഖത്തർ ആയിക്കൊള്ളട്ടെ, സൗദി അറേബ്യ ആയിക്കൊള്ളട്ടെ, ഇതിൻ്റെ തലവന്മാരാരും ഈ പാലസ്തീൻ വിഷയം പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പിന്നെയും ഇത് കുറച്ച് ഒച്ചതി വിളിച്ച് പറഞ്ഞത് നമ്മളുടെ ട്രംപ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതൊരു ഫ്രീഡം സോൺ ആക്കും എന്ന് പറഞ്ഞു. പുള്ളി ഒരു പുതിയ വാക്ക് കണ്ടുപിടിച്ചാണ്. അദ്ദേഹത്തിന് പ്രധാനമായിട്ട് നാക്കിട്ടടിക്കുക എന്നുള്ളതാണല്ലോ പ്രധാന പരിപാടി. നേരത്തെ അദ്ദേഹത്തിന് അത് റിവേറ ഓഫ് ദ മിഡിൽ ഈസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ പറഞ്ഞു പുള്ളി അത് ഫ്രീഡം സോൺ ആക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുതിയ പ്ലാനുകളെ കുറിച്ച് കേൾക്കുന്നത് ഇദ്ദേഹം ഗാസക്കാരെ എല്ലാം കൂടെ കെട്ടിപ്പെറുക്കി പൊതിഞ്ഞ് കെട്ടി ലിബിയയിൽ കൊണ്ട് തട്ടാനുള്ള പരിപാടിയാണ് എന്നാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇദ്ദേഹം ലിബിയയുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിംഗ് എത്തിയിട്ടുണ്ടെന്നും ഗാസയിൽ നിന്ന് 10 ലക്ഷം ആളുകളെ, ആകെ 20 ലക്ഷം ആളുകളാണുള്ളത്, 20 ലക്ഷത്തിലും ആളുകളാണ്. അപ്പോൾ കണക്കെടുത്താൽ 20 ലക്ഷം താഴെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കുറേയൊക്കെ മരിച്ചു തീർന്നു, കുറേ ആളുകൾ ഈജിപ്തിലേക്ക് പലായനം ചെയ്തു, കുറേ ആളുകൾ ജോർദാനിലേക്ക് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ സെൻസസ് എടുത്താൽ ഒരുപക്ഷെ 20 ലക്ഷത്തിലൊക്കെ താഴെ ആളുകൾ ഉണ്ടാവുള്ളൂ. ഇതിൽ 10 ലക്ഷം ആളുകളെ ലിബിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പാക്ട് ഇദ്ദേഹം ഉണ്ടാക്കിയതായി പറയുന്നുണ്ട്. ഇത് വാഷിങ്ടണിൽ നിന്ന് ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടുള്ള വാർത്തയല്ല, പക്ഷെ ചോർന്നു വരുന്ന വാർത്തകളാണ്. അപ്പോൾ ഈ 10 ലക്ഷം ആളുകളെ ലിബിയ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി പണ്ട് ഗദ്ദാഫിയുടെ കാലത്ത് ഭീകരപ്രവർത്തനം ആരോപിച്ചുകൊണ്ട് അമേരിക്ക തടഞ്ഞു വെച്ച $30 ബില്യൺ ലിബിയൻ അസറ്റ്സ് ഇദ്ദേഹം ഫ്രീ ചെയ്യുമെന്നും, അങ്ങനെ ലിബിയയെ സംബന്ധിച്ച് അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, വലിയ രാജ്യമാണ്, വിസ്തൃതിയുടെ വലിയ രാജ്യമാണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കുറവാണ്. അവരെ സംബന്ധിച്ചോടെ 10 ലക്ഷം ആളുകൾ അധികം ചെല്ലുന്നത് കൊണ്ട് അവർക്ക് വായിൽ കഴിക്കാനുള്ളത് വല്ലതും കിട്ടുമെങ്കിൽ അവരെ സംബന്ധിച്ച് യാതൊരു പ്രശ്നമില്ല. വേറെ സ്ഥലത്തിൻ്റെ പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർക്ക് അവിടെ എത്തുന്ന പാലസ്തീനികൾക്ക് താമസിക്കാനുള്ള സൗകര്യം, അവരുടെ മറ്റെല്ലാ സൗകര്യങ്ങളും, ആരോഗ്യ, വിദ്യാഭ്യാസം, മുഴുവൻ സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്തുകൊണ്ടൊരു പാക്കേജാണ് പ്ലാൻ ചെയ്യുന്നതെന്നും
അതിൻ്റെ ഫൈനാൻസ് അറബ് രാജ്യങ്ങൾ വഹിക്കേണ്ടത് ആണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഈ ടൂറിനിടയിലൂടെ നടന്നിട്ടുണ്ട് എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ പുറത്തോട്ട് പറയുമ്പം സൗദി അറേബ്യയൊക്കെ ഇതിനെ വെഹമൻ്റായിട്ട് എതിർക്കുകയാണ്. പക്ഷെ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് ഗാസയിൽ നിന്ന് ആളുകളെ തുരത്താതെ ഇസ്രായേൽ അടങ്ങിയിരിക്കുകയില്ല എന്ന നിലയിലാണ് ഇസ്രായേലിൽ ഈ ദിവസത്തെ മൂവ്മെൻറ്റുകളൊക്കെ കാണിക്കുന്നത്. കാരണം ട്രംപ് ഉണ്ടായിരുന്ന 5 ദിവസവും ഒരു വാശിക്കുന്നത് പോലെ അവർ ബോംബിംഗ് വളരെ ശക്തമാക്കുകയും അതിനിടയിലൂടെ എല്ലാ ദിവസവും 100-ലധികം മരണങ്ങൾ അവിടെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളുടെ മീഡിയ വൺ പോലത്തെ അടുപ്പൂട്ടി ചർച്ചക്കാർ പറയുന്നവിടെ കുഞ്ഞുങ്ങൾ മാത്രമേ മരിക്കുന്നുള്ളൂ. അപ്പോൾ അവരുടെ വർത്തമാനം കേട്ടത് അവിടെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ മുതിർന്നവരാരും ഇല്ലാന്ന് തോന്നും. ഇതിൽ മരിക്കുന്നതിൽ ഭൂരിഭാഗവും ഹമാസിന്റെ പ്രവർത്തകർ തന്നെയാണ്. അതിനിടയിലൂടെ ഹമാസ് ഇതുപോലെ മനുഷ്യ കവചമായി പിടിച്ചു വെക്കുന്ന ഹോസ്പിറ്റലുകളായിരിക്കാം, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയകളായിരിക്കാം, ഇങ്ങനെ മനുഷ്യ കവചങ്ങളായി പിടിച്ചു വെക്കുന്ന സാധാരണ മനുഷ്യരും ഇതിനകത്ത് കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളത് 100% സത്യമായ കാര്യമാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒന്നുകിൽ വധിക്കപ്പെടുക അല്ലെങ്കിൽ അങ്ങോട്ട് കൊല്ലുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ എന്ന് അവർക്ക് വളരെ വ്യക്തമായി അറിയാം. കാരണം ഇറാന്റെ ഇന്നത്തെ ടെർമിനോളജി, ട്രംപ് വന്ന ദിവസം അവിടെ എന്താ സംഭവിച്ചത്? ഇതിനിടയിലൂടെ ഹമാസിന്റെ നിലപാടിനെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അന്ന് ആ പറഞ്ഞ വീഡിയോയിൽ ഹമാസിന്റെ ഏറ്റവും പ്രമുഖ വക്താവെന്ന് പറഞ്ഞത് 3 കാര്യങ്ങൾ അവർക്ക് ആവശ്യമുണ്ട് എന്ന് അവർ US അറിയിച്ചു എന്നാണ്. 1, അവിടെ ഇസ്രായേൽ പരിപൂർണമായും വെടിനിർത്തി അവിടെ നിന്ന് ഇസ്രായേൽ പട്ടാളം പുറത്തു പോവുക. 2, ഗാസ വെടിനിർത്തൽ നടത്തുക, അതുപോലെ ഗാസയിൽ ആളുകൾക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുക. ആ കൂട്ടത്തിൽ അവർ പറഞ്ഞ ഒരു കാര്യം, അവര് അധികാരം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. ഹമാസ് അധികാരം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. അത് ഈജിപ്ത് പറഞ്ഞതുപോലത്തെ ഒരു പാലസ്തീൻകാരുടെ തന്നെ ഒരു അതോറിറ്റിക്ക്, അത് PLA അല്ല, വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന അവർക്കല്ല, ഇവിടെ ഉള്ള പാലസ്തീൻകാരുടെ രാഷ്ട്രീയമില്ലാത്ത ആളുകളുടെ ഒരു സംഘത്തിന് ഭരണം കൈമാറാൻ തയ്യാറാണെന്നും അവർ അധികാരം ഇറങ്ങിക്കൊടുക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. ആയുധം വെച്ച് കിടങ്ങാൻ തയ്യാറിൻ്റെ കാര്യമല്ല പറഞ്ഞത്, അവർ ഇറങ്ങിക്കൊടുക്കാം. 3ാമത് പറഞ്ഞൊരു കാര്യം, നിർബന്ധമായി ആരെയും ഗാസയിൽ നയിക്കരുതെന്ന്. അത് അണ്ടർലൈൻ ഇട്ട് വായിക്കേണ്ട ഒരു സംഗതിയാണ്. ഗാസയിൽ നിന്ന് പോകാൻ തയ്യാറുള്ളവർക്ക് പോകാമെന്ന് തന്നെയാണ് ഹമാസ് അവിടെ പറഞ്ഞു വെച്ചത്. അപ്പോൾ ആ പോകാൻ തയ്യാറുള്ള ആളുകളെ തന്നെയാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, അവിടെ ഒരു കണക്കെടുപ്പ് നടത്തിയപ്പോൾ അവിടെയുള്ള ഗാസയിലെ നല്ലൊരു ശതമാനം ആളുകൾ നല്ല ഒരു ജീവിത സൗകര്യം ലഭിക്കുകയാണെങ്കിൽ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ് എന്ന് നേരത്തെ തന്നെ മനസ്സുകൊണ്ട് തീരുമാനിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ ലിബിയയിലേക്ക് ആളുകളെ മാറ്റുകയും അവിടെ നല്ല ഒരു താമസ സൗകര്യം ലഭിക്കുന്നുണ്ട് എന്ന് വരികയും ചെയ്താൽ ബാക്കിയുള്ള ഗാസൻ നിവാസികളും അങ്ങോട്ട് തന്നെ ഒഴിഞ്ഞു പോകും. കാരണം ഇവിടെ ഈ ബോംബിൻ്റെ കീഴിൽ ജീവിക്കുന്നതിനേക്കാൾ ഭേദം സമാധാനമായിട്ട് ഭക്ഷണം കിട്ടാൻ സാധ്യതയുള്ള, തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള, വിദ്യാഭ്യാസം കിട്ടാൻ സാധ്യതയുള്ള, സുരക്ഷിതത്വമുള്ള സ്ഥലത്ത് താമസിക്കാമല്ലോ എന്ന നിലയിൽ ഇവിടെ നിന്ന് ആളുകൾ മാറി താമസിക്കാൻ ഒരുപക്ഷെ വെസ്റ്റ് ബാങ്കിലുള്ളവർ പോലും അങ്ങോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഈ അറേബ്യൻ റീജിയണിലുള്ള ആളുകളെ സംബന്ധിച്ചും ഈ ഗാസയിലുള്ളവർ അവിടെ തന്നെ പാർക്കണമെന്ന് നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാമിസ്റ്റുകളൊക്കെ പറയുന്ന അത്ര വലിയ നിർബന്ധമൊന്നും സൗദി അറേബ്യയ്ക്കോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനോ അല്ലെങ്കിൽ ഒമാനോ ഒന്നും ഇല്ല എന്നുള്ളതാണ്, ഖത്തറിനോ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ആകെ താല്പര്യമുള്ളത് ഇറാന് മാത്രമാണ്. കാരണം എന്താ? ഇറാന്റെ ഭീകരവാദത്തെ അവർ പരിപോഷിപ്പിക്കുന്ന അവിടെയാണ്. ട്രംപ് അവിടെ എത്തിയ ദിവസങ്ങളിൽ ഇറാൻ പറഞ്ഞിരുന്നു ഈവൻ അവരുടെ ന്യൂക്ലിയർ പൈൽ, അവരുടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എൻറിച്ച്ഡ് യുറേനിയം കൈമാറാൻ തയ്യാറാണെന്ന് വരെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വാക്ക് മാറി. കാരണം ട്രംപ് ഒരു ഡയലോഗ് അടിച്ചു, അവിടെ ഇറാനിലുള്ള ഭരണകൂടം അങ്ങേയറ്റം കറപ്റ്റും 100% ഇൻഎഫക്റ്റീവുമാണ്. ഇറാനിലെ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഖമനേയിയാണ്. അപ്പോൾ ഖമനയുടെ മുഖത്ത് നോക്കി ട്രംപ് തെറി വിളിച്ചത് പറയുന്നത് അത് ഖമനയ്ക്ക് വലിയ പ്രയാസമായി. അദ്ദേഹം കഴിഞ്ഞ ദിവസം അധ്യാപകരുടെ ഒരു സംഘത്തോട് സംസാരിക്കുന്നതിനിടയിലൂടെ ട്രംപിൻ്റെ ഈ വർത്തമാനത്തിന് പറയേണ്ട മറുപടി വേറെയാണ് എന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൂടാതെ അമേരിക്കയുടെ മുൻപിൽ ഒരു തരത്തിലും അദ്ദേഹം കീഴടങ്ങുകയില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിനെ കേട്ടുകൊണ്ടിരുന്ന അധ്യാപക സമൂഹം അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അവരൊരു മുദ്രാവാക്യം വരെ വിളിച്ചുകൊണ്ടിരുന്നത് ഡെത്ത് ടു അമേരിക്ക എന്നാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഭീകര സംഘങ്ങളുടെ എല്ലാ മുദ്രാവാക്യം ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ ആൻഡ് എലിമിനേഷൻ ഓഫ് ജ്യൂസ് എന്നുള്ളതാണ്. ഇവരുടെ എല്ലാവരുടെ മുദ്രാവാക്യമാണ് ഇത്. ഇറാൻ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുള്ള മുദ്രാവാക്യമാണ്. അപ്പോൾ ഡെത്ത് ടു അമേരിക്ക എന്ന് ഇവരിങ്ങനെ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലൂടെയാണ് ഖമനേയി ഈ പ്രസംഗം നടത്തിയത് നമ്മൾ മനസ്സിലാക്കണം. അതിനിടയിലൂടെ ഖമനേയി പ്രഖ്യാപിച്ചു ഇസ്രായേൽ ഒരു ട്യൂമറാണ്, ആ ട്യൂമർ മുറിച്ച് നീക്കണം. അപ്പോൾ ട്യൂമർ ഒന്നുകിൽ ഇറാൻ മുറിച്ചു നീക്കും, അല്ലെങ്കിൽ ഇറാന്റെ ഭീകരർ മുറിച്ചു നീക്കും. ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ അടങ്ങുന്ന ഭീകര സംഘം ഈ ഇസ്രായേൽ എന്ന് പറയുന്നവരെ അവരൊരു ട്യൂമറായി പരിഗണിച്ച് മുറിച്ചു നീക്കും. അങ്ങനെ മുറിച്ചു നീക്കപ്പെടാതിരിക്കണമെങ്കിൽ ഇസ്രായേൽ എന്ത് ചെയ്യണം? ഇവരെ മുറിച്ചു നീക്കണം, പലസ്തീനെ മുറിച്ചു നീക്കണം. അപ്പോൾ ഇസ്രായേൽ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ ഇവിടെ നിന്ന് പാലസ്തീനികളെ എങ്ങനെയെങ്കിലും പൂർണ്ണമായിട്ടും ഒഴിവാക്കി വിടാൻ കഴിയുമോ എന്നുള്ള ശ്രമത്തിലാണ്. ഇതിന് ട്രംപ് കൂട്ടുനിൽക്കുന്നു എന്ന് വേണം ഈ ട്രംപ് ഇവിടെ വരാതെ പോയതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഞങ്ങൾ തമ്മിൽ യാതൊരു ഇടപാടുമില്ല,
ഞങ്ങളും ഒരു വഴക്കാണ് എന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ടർക്കി ഇതിനിടയിലൂടെ വലിയ വോസിഫറസ് ആയിട്ട് പലസ്തീനുകൾക്ക് വേണ്ടി ഇന്നലെ വച്ചിട്ടുണ്ട്, ഇസ്രായേൽ പോയി പണി നോക്കും തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രംപ് ഈ കൂട്ടുകൂടിയിട്ടുള്ള രാജ്യങ്ങൾ, സൗദി അറേബ്യ ആയിക്കൊള്ളട്ടെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയിക്കൊള്ളട്ടെ, ഖത്തർ ആയിക്കൊള്ളട്ടെ, ഇവരൊക്കെ ട്രംപിന്റെ ഈ ടർക്കിയുടെ വലിയ ശത്രുക്കളാണ്. കാരണം ഇവർ തമ്മിൽ ഈ ഖലീഫ സ്ഥാനത്തിന് വേണ്ടി അടിയുണ്ടാക്കുന്ന ടീമുകളാണ്. ഇപ്പൊ ഇവിടെ ഈ സൗദി അറേബ്യ ഇസ്ലാമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരിക്കുന്നത് തീരെ സഹിക്കാത്തത് ടർക്കിക്കാണ്. കാരണം ടർക്കി കുറെ കാലം ഖലീഫ സീറ്റിൽ ഇരുന്നതാണ്, കുറെ കാലം ഈ പറഞ്ഞ മക്കയും മദീനയും ഒക്കെ അവരുടെ കീഴിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. അതുകൊണ്ട് തന്നെ ഈ അറബ് രാജ്യങ്ങളും ടർക്കിയും തമ്മിൽ കണ്ണെടുത്താക്കാനുള്ള വലിയ ശത്രുക്കളാണ്. അപ്പോൾ ഇവരുടെ ശത്രുക്കളായിട്ടുള്ളവരെ വളർത്തുക വഴി വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുകയും, അപ്പോൾ ഇന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന F-35 വിമാനം സൗദി അറേബ്യയ്ക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ കൊടുത്ത് ഇതിനെ ആയുധമണിയിച്ച് ട്രംപ് നിർത്തുമ്പം ട്രംപ് ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ ടർക്കിയെ ഒന്ന് ട്രിം ചെയ്യാൻ തന്നെയാണ്. ടർക്കി ഇന്നലെ മിസൈലുകൾ കൊടുത്ത ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടികളുടെ കളികൾ പൂർണ്ണമായിട്ട് നമുക്കറിയില്ല. നമ്മൾ മേലെ കൂടി ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ അറബ് രാജ്യങ്ങളെ ശക്തിപ്പെടുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയൊരു ഡിമാൻഡ് ടർക്കിയെ നാറ്റോയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ്. ഇസ്രായേലും ടർക്കിയും തമ്മിൽ എപ്പോഴെങ്കിലും ഒരു കൂട്ടിമുട്ടൽ ഉണ്ടാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇവർ ആറ് ശത്രുക്കളാണ്. ഇറാനിലൊക്കെ ചെയ്യുന്നത് പോലെ ഒരു ആക്രമണം ഒരുപക്ഷെ ഇസ്രായേലിന് ടർക്കിയിൽ അഴിച്ചു വിട്ടേക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം ഈ പറയുന്ന ടർക്കിയുടെ പാകിസ്ഥാനോടുള്ള പ്രേമത്തിൻ്റെ ഒരു പ്രധാന കാരണമായി പറയപ്പെടുന്നത് പാകിസ്ഥാനിൽ നിന്ന് ന്യൂക്ലിയർ ആയുധങ്ങൾ, ടെക്നോളജി കിട്ടുമോ എന്നുള്ള ടർക്കിയുടെ ശ്രമമാണ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ടർക്കിക്ക് ന്യൂക്ലിയർ ശക്തിയായി മാറാനുള്ള ടർക്കിയുടെ ആഗ്രഹം. അപ്പോൾ അതിന് തടയിടാൻ വേണ്ടി ഇവിടെ അറബ് രാജ്യങ്ങളെ ആയുധമണിയിക്കുന്ന ഒരു പണി ട്രംപ് ചെയ്യുന്നു. ഇതിനൊക്കെ പിന്നാമ്പുറം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായും നമുക്ക് മനസ്സിലാവുകയില്ല. ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്, ഇൻവോൾവ് ചെയ്യുന്ന ഒത്തിരി വിഷയങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്ത്യ ഇന്നലെ ടർക്കിക്ക് അമേരിക്ക മിസൈലുകൾ കൊടുത്തതിന് ഉത്തരമായിട്ട് ഇന്ത്യ ആകാശ് മിസൈലുകൾ അർമേനിയയിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ട്രംപ് തന്നെ പറഞ്ഞ കാര്യമാണ്. ഇന്ത്യ ആകാശ് മിസൈലുകൾ അർമേനിയയിൽ കൊടുക്കുന്നുണ്ടെന്ന് ഈ ഗൾഫ് വിസിറ്റിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മളങ്ങനെ പരസ്യമായിട്ടൊന്നും പ്രഖ്യാപിക്കില്ല, ആയുധ കച്ചവടമൊന്നും കൂടുതൽ അങ്ങനെ പബ്ലിസൈസ് ചെയ്യുന്ന കാര്യമല്ല. ഈ പറഞ്ഞ ടർക്കിയുടെ ആർച്ച് ശത്രുവാണ് അർമേനിയ. ടർക്കിയുടെ അതിർത്തി കിടക്കുന്ന രാജ്യമാണ്. അതിന് തൊട്ടപ്പുറത്താണ് അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യമുള്ളത്. അസർബൈജാനും പാകിസ്ഥാന്റെ പക്ഷം ചേർന്ന രാജ്യമാണ്. ഈ പറയുന്ന ടർക്കിയാണ് അർമേനിയയിൽ 12 ലക്ഷം ക്രിസ്ത്യാനികളെ, ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെ 1915-നും 16-നും ഇടയിൽ വധിച്ചു കളഞ്ഞത്. ജീനോസൈഡ്, ഇത് അർമേനിയൻ ജീനോസൈഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അസർബൈജാന്റെ പക്ഷം ചേർന്ന് ടർക്കി ഈ അടുത്ത കാലത്ത് അർമേനിയെ കാര്യമായി ആക്രമിക്കുകയുണ്ടായി. അവിടെ ഒരു പ്രദേശമുണ്ട്, അതിന് നഖാർണോ കരബാഗ് ഏരിയ എന്നാണ് പറയുന്നത്, ഡിസ്പ്യൂട്ടഡ് ഏരിയയാണ്. ഈ അസർബൈജാനും അർമേനിയും ഒക്കെ USSRന്റെ ഭാഗമായിരുന്നു. അപ്പോൾ USSR ഇല്ലാതായപ്പോഴാണ് ഈ രാജ്യങ്ങളൊക്കെ ഫ്രീ ആയത്. അപ്പോൾ ഇതിൽ അർമേനിയ ടോട്ടലി ക്രിസ്ത്യനാണ്, അസർബൈജാൻ ടോട്ടലി മുസ്ലിമാണ്. അത് ഷിയ മുസ്ലിംസ് ആണെങ്കിൽ കൂടി ടർക്കിയുമായി, സുന്നി ടർക്കിയുമായി അവർ വലിയ സ്നേഹത്തിലാണ്. ഒരുപക്ഷെ ടർക്കിയുടെ ഒരു സാറ്റലൈറ്റ് രാജ്യമാണ്. പക്ഷേ അസർബൈജാനിൽ അടുത്ത കാലത്ത് ധാരാളമായിട്ട് ഓയിൽ ഡെപ്പോസിറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രാജ്യം സമ്പന്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യം അർമേനിയയുമായിട്ട് നിരന്തരമായി യുദ്ധത്തിലാണ്. ഇതിൽ ടർക്കിയാണ് പ്രധാനമായിട്ട് ഇവരെ സഹായിക്കുന്നത്. അപ്പോൾ അതിന് ബദലായിട്ട് ഇന്ത്യ ഇപ്പം ആകാശ് മിസൈൽ അർമേനിയയ്ക്ക് കൊടുക്കുന്നു. കൂടാതെ ഓൾറെഡി തന്നെ ഇന്ത്യ ഗ്രീസുമായി ഇന്ത്യക്ക് മിലിറ്ററി പാക്റ്റ് ഉണ്ട്. കൂടാതെ സൈപ്രസുമായിട്ടുണ്ട്. ഈ സൈപ്രസും ഗ്രീസും അർമേനിയയും ഒക്കെ ടർക്കിയുടെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളാണ്. അസർബൈജാൻ ടർക്കിയിൽ നിന്ന് കുറച്ച് വിട്ട് കിടക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഇതിന് ചുറ്റും, ഈ ടർക്കിക്ക് ചുറ്റും ഒരു വേലി വരുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതിൻ്റെ കൂടെയാണ് ഈ അറബ് രാജ്യങ്ങളെ ശക്തിപ്പെടുത്തുന്ന പണി അമേരിക്ക ചെയ്യുന്നത്. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ പറയുന്ന ഇസ്രായേൽ റീജിയൻ, അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് ഈ ഇപ്പോൾ പാലസ്റ്റീൻ എന്ന് പറയുന്ന വെസ്റ്റ് ബാങ്ക് ആയിക്കോട്ടെ, ഗാസ ആയിക്കോട്ടെ, ഇതെല്ലാം കൂടി ചേർന്നുള്ളൊരു ഇസ്രായേലാണ് അവരുടെ സ്വപ്നത്തിനുള്ളത്. അവരിപ്പോൾ സിറിയയിൽ നിന്ന് കുറച്ച് ഭാഗം പിടിച്ചു വെച്ചിട്ടുണ്ട്. ട്രംപ് സിറിയയിലെ അൽജുലാനിയുമായി സംസാരിച്ചപ്പം ഇസ്രായേൽ പിടിച്ച ഭാഗത്തേക്ക് നീ ഇനി നോക്കണ്ട എന്ന് അൽജുലാനിയോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൽജുലാനി എന്ന് പറയുന്നയാൾ സൗദി രാജാവിൻ്റെ അടുത്ത സുഹൃത്താണ്. കാരണം പഴയ IS കാരനാണ്. സൗദി ആയിരുന്നു ISനെ ആദ്യം തീറ്റിപ്പറ്റിയിരുന്നത്. സൗദി ഇപ്പോൾ ആ പണി നിർത്തി. ആ പണി നിർത്തിയതോടുകൂടി അൽജുലാനിയും ആ പണി നിർത്തിയെന്നാണ് അൽജുലാനി അവകാശപ്പെടുന്നത്. നിർത്തുമോ നിർത്താതിരിക്കുമോ എന്ന് ചെയ്യട്ടെ, എന്തായാലും ജിഹാദി എന്നാണ് ഇസ്രായേൽ ഇദ്ദേഹത്തെ വിളിക്കുന്നത്. അതൊക്കെ അതിനിടയിലൂടെ നടക്കട്ടെ. അപ്പോൾ ഇവർ ഈ പറയുന്ന ലെബനോണിൽ നിന്നും അവർക്ക് ആവശ്യമുള്ള റീജിയൻ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്, സിറിയയിൽ നിന്ന് പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇവർക്ക് വേണ്ടത് ഈ പറയുന്ന പാലസ്തീന റീജിയനാണ്. അപ്പോൾ ഈ പാലസ്തീന റീജിയനിലുള്ള ആളുകളെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ്
ശക്തമായി നടക്കുന്നത് എന്ന് വേണം ഈ അടിയൊഴുക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വായിക്കാൻ. ട്രംപ് മുകളിലൂടെ കച്ചവടം നടത്തുന്നു, അടിയിലൂടെ ഇമാതിരി പ്ലോട്ടുകൾ നടത്തുന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ.